ആദ്യത്തെ അറിയിപ്പ് എല്ലാ മാസവും 1-ാം തീയതിയാണ് പ്രധാനമായും എണ്ണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടർ വിലകൾ പുനഃപരിശോധിക്കുന്നത്. ഏപ്രിൽ 1-ാം തീയതി മുതൽ 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. 195 രൂപ 50 പൈസയാണ് ഉയർത്തിയിരിക്കുന്നത്. ഇതോടെ കൊച്ചിയിലെ വില 2092 രൂപയായി. കോഴിക്കോട് 2214 രൂപ 50 പൈസയായി. തിരുവനന്തപുരത്ത് 2213 രൂപയായി. മാർച്ച് മാസം 7-ാം തീയതിയും വാണിജ്യ സിലിണ്ടറിന് 115 രൂപ കൂട്ടിയിരുന്നു. വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം സിലിണ്ടറിന്റെ വില തൽക്കാലം കൂട്ടിയിട്ടില്ലെന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാണ്. കഴിഞ്ഞ മാർച്ചിൽ ഗാർഹിക സിലിണ്ടറിന്റെ വിലയിലും 60 രൂപ വർധന വരുത്തിയിരുന്നു. നിലവിൽ തിരുവനന്തപുരത്ത് 922 രൂപയും കൊച്ചിയിൽ 920 രൂപയും കോഴിക്കോട് 921 രൂപ 50 പൈസയുമാണ് വില. ഇതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും നൽകേണ്ടതുണ്ട്. ഗ്യാസ് ഏജൻസിയുടെ ചുറ്റളവിലുള്ളവർക്ക് വിതരണം സൗജന്യമാണെങ്കിലും ദൂരം കൂടുന്നതിനനുസരിച്ച് നിശ്ചിത തുക നൽകേണ്ടതുണ്ട്. 50 മുതൽ 60 രൂപയാണ് ഇത്തരത്തിൽ നൽകേണ്ടത്. അതിനാൽ ഒരു ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോൾ ഏകദേശം 1000 രൂപയോളം നമ്മൾ നൽകേണ്ടി വരും. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം ഇനിയും സാധാരണ നിലയിലായിട്ടില്ലാത്തതിനാൽ കേരളത്തിൽ 50% ഹോട്ടലുകളും അടഞ്ഞുകിടപ്പാണ്. ബാക്കിയുള്ള ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സാരമായി ബാധിക്കുന്നുണ്ടെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വീടുകളിലേക്കുള്ള ഗാർഹിക സിലിണ്ടറിന്റെ ബുക്കിംഗും കർശനമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് പാചകവാതക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ രാജ്യത്ത് ഗാർഹിക സിലിണ്ടർ വിതരണത്തിൽ തടസ്സമില്ലാതിരിക്കുവാൻ ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗിന് സർക്കാർ സമയപരിധി നിശ്ചയിച്ചിരുന്നു. ഗ്രാമീണ മേഖലയിലുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ ബുക്കിംഗ് സമയപരിധി 45 ദിവസവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവുമായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരങ്ങളിൽ 25 ദിവസം എന്നത് 35 ദിവസമായി എന്ന വാർത്ത തെറ്റാണെന്ന് സർക്കാർ ഭാഗത്തു നിന്ന് അറിയിപ്പ് വരികയും ചെയ്തിട്ടുണ്ട്. അതിനാൽ നിങ്ങളൊരു ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്താൽ തുടർന്ന് അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിന് നിങ്ങളുടെ പട്ടണമാണോ ഗ്രാമമാണോ എന്നതിനെ അടിസ്ഥാനമാക്കി 25 ദിവസം അല്ലെങ്കിൽ 45 ദിവസം കഴിയണം. അതിനു മുൻപ് ബുക്കിംഗ് സാധിക്കുകയില്ല. അതോടൊപ്പം പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷനുള്ളവരുടെ ഇരട്ട കണക്ഷൻ ഒഴിവാക്കാൻ പെട്രോളിയം മന്ത്രാലയത്തിന്റെ നടപടി എത്തിയിട്ടുണ്ട്. പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷനുള്ള ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ LPG സിലിണ്ടറുകൾ നൽകില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഉത്തരവിറക്കിയിട്ടുണ്ട്. ഒരേ സമയം 2 ഗ്യാസ് കണക്ഷനുകൾ കൈവശം വെക്കുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് മന്ത്രാലയം അറിയിച്ചു. പൈപ്പ് ഗ്യാസ് സൗകര്യമുള്ള വീടുകളിൽ പുതിയ LPG കണക്ഷനുകൾ അനുവദിക്കില്ലെന്നും നിലവിൽ ഇത്തരം ഇരട്ട കണക്ഷനുകളുള്ളവർ ഉടൻ തന്നെ LPG കണക്ഷൻ സറണ്ടർ ചെയ്യണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ രാജ്യം നേരിടുന്ന പാചകവാതക പ്രതിസന്ധി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ഗ്യാസ് സിലിണ്ടറുകൾക്ക് ലഭിച്ചിരുന്ന 300 രൂപ സബ്സിഡി നിർത്തലാക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 2026 ഇത് തുടരുന്നതാണ്. ഈ സാമ്പത്തിക വർഷവും 9 സിലിണ്ടറുകൾക്ക് വരെ ഗുണഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കും. സിലിണ്ടർ റീഫിൽ ചെയ്ത ശേഷം സബ്സിഡി തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. ഉജ്ജ്വല യോജനയിൽ പുതിയ കണക്ഷനായി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷിക്കാം. BPL AAY റേഷൻ കാർഡുകളിൽ പേരുള്ള സ്ത്രീകളുടെ പേരിലായി